വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. ഇവിടെ പരിശുദ്ധ അമ്മ പറയുക, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണെന്ന്. ഹല്ലേലൂയ. മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചാടി. ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്തോത്രം. അതിനുശേഷം ഇവിടെ അവനെ 3 മാസത്തോളം അവിടുത്തെ 3 മാസക്കാലമാണ് പരിശുദ്ധമ്മ എലിസബത്തിനെ സന്ദർശിച്ച് പരിരക്ഷിച്ചത്, പരിശുദ്ധമ്മ സഹായിച്ചു കൊടുത്ത്. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. വളരെയധികം യാത്ര ചെയ്ത് കാൽനടയായിട്ട് പോകേണ്ട ഒരു സ്ഥലമല്ല എലിസബത്തിൻ്റെ കുടുംബത്തിലെ. പക്ഷേ അത് ആ കാൽനട യാത്രയെ ബുദ്ധിമുട്ടായിട്ട് കാണാതെ പരിശുദ്ധ അമ്മ സഹായിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞതിന് കാരണം പരിശുദ്ധ അമ്മയുടെ കുടുംബം തലമുറകൾ അത്ര നല്ല തലമുറകൾ, നല്ലവരുണ്ടായിരുന്നു, മോശമുള്ളവരുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അനേക പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും കടന്നു വരികയാണെങ്കിൽ ഇങ്ങനൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ എന്തായി? അതിനെല്ലാം ഒരു വിരാമമായി, അതിനെല്ലാം ഒരു അറുതി വന്നു എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങളും പല വിധത്തിലുള്ള രോഗങ്ങളും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കടന്നു വരിക സ്വാഭാവികമാണ്. അത് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ മേഖലകൾ ഏതെങ്കിലും തടസ്സങ്ങളോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ സംഭവിച്ചിട്ടുണ്ടാകും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതത്തിൽ അവിടെ പ്രകാരം പറയുന്നുണ്ട്, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അവിടുന്നാണ് അവനെ യേശുവിനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. അവിടുന്ന് തന്നെ പിതാവായി ദൈവമാണ് യേശു ക്രിസ്തുവിനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് പ്രവചിക്കുന്ന പ്രവചനങ്ങളാണ് യെശയ്യാ പറയുന്നത്. അതിൽ പറയുക, അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് അവിടുന്ന് തന്നെയാണ്. പിതാവായി ദൈവം തന്നെയാണ് സ്വന്തം പുത്രനെ ക്ലേശങ്ങൾക്ക്. എന്തിനാണ് ആ ക്ലേശത്തിന് വിട്ടുകൊടുക്കുന്നതെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ. അപ്പോൾ പാപപരിഹാര ബലിയാണ് അവൻ എവിടെ സമർപ്പിക്കുന്നത്? കുരിശിൽ സമർപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കുരിശ് ജീവിതവും ചാട്ടവാറടിയേയും പാപപരിഹാര ബലിയാണെന്ന് ക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. ആരെ കണ്ടു എന്നാ പറയണേ? ആ സന്തതി പരമ്പര ആരാ? നമ്മൾ ഓരോരുത്തരാണ് ആ സന്തതി പരമ്പര. അപ്പോൾ പാപപരിഹാര ബലിയായി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവൻ കണ്ടത് നമ്മുടെ തലമുറകളെയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ മക്കൾക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പാപപരിഹാരത്തിന് വേണ്ടി ഗാഗുൽത്ത മലയിൽ സമർപ്പിച്ച ബലിയാണ്. പെസഹയ്ക്ക് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട് അല്ലേ? പെസഹ വ്യാഴാഴ്ച. പക്ഷെ ആ പെസഹായുടെ ബലി പൂർത്തിയാകുന്നത് എന്നാണെന്ന് വെച്ചാൽ അത് മൂർച്ഛൻ്റെ അവസ്ഥയിൽ എത്തുന്നതെന്ന് വെച്ചാൽ ദുഃഖവെള്ളിയാഴ്ചയാണ്. ഹല്ലേലൂയ. ദുഃഖവെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് പാപപരിഹാര ബലിയായിട്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചത് എപ്പോഴാണെന്നാൽ ദുഃഖവെള്ളിയാഴ്ച. ആ 3 ആണികളിൽ ഈ ലോകത്തിന് വേണ്ടി ഭൂമിക്കും ആകാശത്തിനും മധ്യേ പെടഞ്ഞു മരിച്ചത് അത് പാപപരിഹാര ബലിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ അകന്ന് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ, ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നെങ്കിൽ
ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാനകളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി നമുക്ക് അർഹതയുണ്ടോ? ഇല്ലല്ലോ. യോഗ്യതയുണ്ടോ? അത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒപ്പം പരിഹാരം ചെയ്തും നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എപ്രകാരം പറയാം, ഇൻസ്യൂനോ ജീസസ് എന്ന പുസ്തകത്തിൽ 236 വാക്യത്തിൽ പറയാണ്, അതായത് പാപപരിഹാര പ്രവൃത്തി നമ്മൾ ചെയ്തിരിക്കണം. പറയാണ് ഈ ജോലിയുടെ ഹൃദയം പാപപരിഹാര പ്രവൃത്തിയാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് പാപപരിഹാര പ്രവൃത്തി നമ്മൾ ആരംഭിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ യെശയ്യാ പ്രവാചകൻ്റെ വചനം എടുത്തു വെച്ചതിൻ്റെ കാരണം, ഈശോ മിശിഹ ഈ ലോകത്തിൽ വന്നതും ഈശോ മിശിഹ പാടുവീടുകൾ സഹിച്ചതും ഈശോ മിശിഹ കുരിശ് ചുമന്നതും ഈശോ മിശിഹ ചാട്ടവാറേറ്റതും ഈശോ മിശിഹ കുരിശിൽ കൊല്ലപ്പെട്ടതും എന്തിനു വെച്ചാൽ മനുഷ്യ മക്കളുടെ പാപപരിഹാര പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയുടെയും പരിഹാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ കൂദാശകളിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്, ദൈവപ്രമാണങ്ങൾ അനുസരിക്കാതെ ജീവിക്കുകയാണ്. നമുക്ക് ആ കൃപ കിട്ടുമോ? അഭിഷേകം കിട്ടുമോ? നമുക്കറിയാം, ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാലാവസ്ഥയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചത്. രാത്രി നല്ല മഞ്ഞായിരുന്നു, 2:30 മണിക്ക് നല്ല മഞ്ഞായിരുന്നു. ഒരു 4:45 4:30 നല്ല മഴയും പെയ്തു. ഇനി നല്ലൊരു ചൂടും കൊണ്ട് വന്നാൽ നമുക്കറിയാം, ഒരു കൊല്ലത്ത് കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ ഒരു ദിവസം നമ്മൾ അനുഭവിക്കുക എന്തുണ്ടാകുമെന്ന് വെച്ചാൽ അത് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകും, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമാകും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ കാലാവസ്ഥയൊന്ന് വിശകലനം ചെയ്താൽ നമുക്കറിയാം, ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും എപ്പോൾ വചനം കേട്ടാലും നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടുമായിരുന്നു. ധ്യാനകേന്ദ്രങ്ങളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓടിക്കേറിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചെല്ലുന്നു, വചനം കേൾക്കുന്നു, കുമ്പസാരിക്കുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, അവർ ചോദിക്കുന്നത് കിട്ടുന്നു. അങ്ങനെ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ട് എവിടെ കണ്ടു? ധ്യാനകേന്ദ്രങ്ങളും പള്ളികളും കണ്ടു. തുടർന്ന് വന്നപ്പോൾ എന്തായി? മനുഷ്യനിൽ മാറ്റങ്ങളില്ല, മനുഷ്യ ജീവിതത്തിൽ വ്യത്യാസങ്ങളില്ല എന്ന് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നല്ല മഴക്കാലം എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞ ജലപ്രളയം തന്നു. 1, 2 തന്നു. മനുഷ്യൻ മാറിയോ? ഇല്ലല്ലോ, മനുഷ്യൻ മാറിയില്ല. മനുഷ്യൻ എന്ത് ചെയ്തു? അതിനെ അതിജീവിക്കാൻ നോക്കി. ഹല്ലേലൂയ. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും മറ്റ് ജില്ലകളിലും മറ്റ് രാജ്യങ്ങളിലും അതുണ്ടായി. വീണ്ടും എന്ത് ചെയ്ത്? ലോകം മുഴുവനും ഒരു വലിയ പകർച്ചവ്യാധി കൊടുത്തു. പകർച്ചവ്യാധി കിട്ടിയിട്ടും മനുഷ്യൻ നന്നായില്ല, മാറിയില്ല. മാറാതെ വന്നപ്പോൾ എന്തുണ്ടായി? ആ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു? ഒറ്റപ്പെട്ടു പോയി. വിശുദ്ധ കുർബാന കൂദാശകളോ അവന് അർപ്പിക്കാനായിട്ട് പറ്റിയില്ല. അവൻ ആഗ്രഹമുള്ളവർ ഓൺലൈനിലൂടെ കുർബാന കണ്ട് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ചിലർ ഇപ്പോഴും ഓൺലൈനിലൂടെ കുർബാന കണ്ടുകൊണ്ടിരിക്കുക, ചിലർ ഓൺലൈനുമില്ല, പള്ളിയിലും പോകുന്നില്ല. അപ്പോൾ മനുഷ്യൻ എന്തായി? മടിയനായിട്ട് മാറി. ഹല്ലേലൂയ. ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത വാക്സിൻ മാരകമായ രോഗങ്ങൾ മനുഷ്യന് പ്രദാനം ചെയ്തു. എന്നിട്ട് മനുഷ്യൻ പഠിക്കാനായിട്ട് മാറാനായിട്ട് തയ്യാറ്. ഇപ്പം എന്തുണ്ടായി? കാലാവസ്ഥയിൽ വലിയ വ്യത്യാസം, അപകടങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കുറേ കരയും, കുറേ ഇങ്ങനെ സങ്കടപ്പെടും, പരിഹാരമില്ലെന്നു. പരിഹാരം കിട്ടാൻ സ്ഥലത്തേക്ക് പരിഹാരത്തിന് വേണ്ടി നമ്മൾ വിളിക്കുന്നില്ല. വിശ്വാസം ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുക, വിശ്വാസം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക, പരിഹാരം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് പറയാനുള്ള കാരണം, നമ്മൾ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ പരിഹാരം ചെയ്ത് ഉപവാസം എടുത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ധ്യാനകേന്ദ്രം തുടങ്ങിയ ഈ ആലയം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ സംഭവം, ഒരു പയ്യനോട് വന്നു. അവൻ ഒരു കാര്യത്തിലും സഹകരിക്കുന്നില്ല. അവനിങ്ങനെ ആരാധന നടക്കുന്ന സമയത്ത് ഒരു മൃഗങ്ങളിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നു.
അങ്ങനെ ഒരു വ്യത്യാസവും കാണിച്ചില്ല. അവസാനം അവന് സാമ്പത്തിക കടബാധ്യതയുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്. അവസാനം അവൻ ചോദിക്കുന്ന എപ്പോഴാണ്, എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ സാമ്പത്തിക കടം എപ്പം മാറും, എൻ്റെ ബിസിനസ്സിൻ്റെ തടസ്സം എപ്പം മാറും. ഹല്ലേലൂയ. അവൻ ജനിച്ച അന്ന് തൊട്ട് അല്ലെങ്കിൽ വളർന്നു വന്ന അന്ന് തൊട്ട് ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന വലിയ വസ്തുക്കൾ അവൻ കഴിച്ചിട്ടുണ്ട്. നമുക്ക് അവൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവനൊന്നും പാപമായിട്ട് തോന്നുന്നില്ല. ഏത് മേഖലയും അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രമാത്രം ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിലനിൽക്കുന്നു അവൻ പറയുന്നുണ്ടെങ്കിലും അവൻ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്നും ഒരു 10 അടി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ മേൽ വളരെ അകലെയാണ്. ഞാൻ ചോദിച്ചു ഒരു കാര്യം, നീ ഒരു ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ മരുന്ന് തന്നു, മരുന്ന് തരുമ്പോൾ ചോദിക്കുക അസുഖം മാറിയില്ലെന്ന് വെച്ചാൽ അസുഖം മാറിയോ? മാറിയില്ലല്ലോ. മാറുന്ന എങ്ങനെയാണ്? കഴിക്കുമ്പോഴാണ്. എല്ലാവർക്കും ഇന്ന് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം, പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന പ്രഥമമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ആത്മീയ തലങ്ങളിലുള്ള ഒരു വലിയ മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാനുള്ള കാരണം, ഞാനൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നമുക്ക് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 13 നമ്മൾ വായിക്കാം. ജെറമിയ പ്രവാചകൻ പറയാണ് പ്രകാരമാണ്, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇവിടെ ജെറമിയ പ്രവാചകൻ പറയാം, ഇസ്രായേൽ ജനം 2 പാപം ചെയ്തു. 2 പാപം എന്ന് പറയും. ഒന്നാമത്തെ പാപം എന്ന് വെച്ചാൽ ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയി. ദൈവത്തോട് അവർ പ്രതികരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട് മാറി. അതുകൊണ്ട് പറയാണ് ദൈവമായ കർത്താവ്, അവർ 2 പാപം ചെയ്തു. ഒരു പാപം എന്ന് പറഞ്ഞാൽ മതിയില്ലേ? ദൈവത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതിയില്ലേ? മതിയോ? ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, അതിലും വലിയൊരു കെണിയിലേക്ക് അവൻ പോയി. അല്ലേ? അതിലും വലിയൊരു കെണിയിലേക്ക് അവൻ വീണു എന്ന് പറഞ്ഞാൽ അവനെ പിന്നീട് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു മേഖലയിലേക്കാണ് അവൻ വീണത്. അല്ലേ? അവന് പിന്തിരിയണമെങ്കിൽ ഇനി ആരുടെ സഹായം വേണം? കർത്താവിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ കെണിയിലേക്ക് ഒരു വ്യക്തി വീണാൽ, സാത്താൻ്റെ കൂട്ടത്തിലേക്ക് ഒരു വ്യക്തി പോയാൽ, ആ വ്യക്തി പിടിച്ചു കയറണമെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റൊരു ശക്തിക്കും പറ്റില്ല. യേശുവിന് മാത്രം, ദൈവത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ജെറമിയ അവിടെ എടുത്തു പറയുന്നത്, നിങ്ങൾ 2 പാപം ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ അരുവിയായ കർത്താവിനെ നീ ഉപേക്ഷിച്ചു. രണ്ടാമത് പറഞ്ഞ ജീവജലം സൂക്ഷിക്കാൻ പറ്റാത്ത പൊട്ടക്കിണർ നീ കുഴിച്ചു. അല്ലേറിയ? അപ്പം നീ കാര്യസാധ്യത്തിന് വേണ്ടി, നീ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? പൊട്ടക്കിണർ കുഴിച്ചു. നമ്മൾ ഏതെങ്കിലും ആഭിചാര പ്രവർത്തിക്കാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമുക്ക് ആഭിചാര പ്രവർത്തിക്കാരനെ വിശ്വാസമാണ്. അവൻ്റെ അടുത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്ത്, ഒരു മുഖലക്ഷണം നോക്കുന്നവൻ്റെ അടുത്ത്, ഒരു നാളെ നോക്കിയത് അല്ലെ ഹസ്തരേഖ ശാസ്ത്രം പഠിച്ചവൻ്റെ അടുത്ത് പോകുന്നത് വിശ്വാസത്താലല്ലേ? വിശ്വാസത്തെക്കാളും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിലാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും അവൻ പറയുന്നത് നമുക്ക് വിശ്വാസം. യേശു പറയുന്നത് നമുക്ക് അവിശ്വാസം. യേശു പറയുന്നത് വിശ്വാസം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാരണം, എല്ലാത്തിനെയും മനുഷ്യൻ എതിർത്തുകൊണ്ടിരിക്കുക. എല്ലാത്തിനോടും മനുഷ്യന് എതിർപ്പാണ്. എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളോട് മനുഷ്യന് എതിർപ്പാണ്, മോശമുള്ള കാര്യങ്ങളോട് മനുഷ്യർക്ക് വലിയ യോജിപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാണ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുക.
അതല്ല ഇന്ന് സംഭവിച്ചിരുന്നത്. അതാണ് അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. അപ്പോൾ വിശ്വാസം ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇന്ന് അന്ധവിശ്വാസത്തിലേക്ക്, ആഭിചാര പ്രവൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയാണ് അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും, ദേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അനേകരെ വഴിതെറ്റിക്കാൻ വരുന്നവരെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കാൻ വരുന്ന ആരെയാണ് വെച്ചാൽ ക്രൈസ്തവ വിശ്വാസികളെയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയാണ്, ദൈവത്തെ പ്രതീക്ഷ അർപ്പം ജീവിക്കുന്ന. അല്ലെങ്കിൽ അപകടങ്ങളും രോഗങ്ങളും പകർച്ചവ്യാധികളും ദുരന്തങ്ങളും ദുർമരണങ്ങളും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? കൃപയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവ ചൈതന്യമുണ്ട്, ദൈവകൃപയുണ്ടെങ്കിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമോ? ഇല്ലല്ലോ. പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൻ്റെ അളവ് കുറയുമ്പോൾ, വിശ്വാസികളുടെ അളവ് കുറയുമ്പോൾ അപകടങ്ങളും രോഗങ്ങളും കടന്നു വരും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ അപ്പൻ്റെയോ തലമുറ മുകളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം അപകടങ്ങൾ, ഇത്രമാത്രം രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അവർക്ക് വിശ്വാസമുണ്ടായി. അവർ പള്ളി പോകുമായിരുന്നു. വലിയ അറിവോ വലിയ പഠിപ്പോ ബിടെക്കോ എംടെക്കോ ഒന്നും ആ കാലത്തിലുണ്ടായില്ല. പക്ഷെ അവർക്കെന്തുണ്ട്? വിശ്വാസമുണ്ടായി. അന്ന് കാലത്ത് വല്ല ഡോക്ടർമാരോ കമ്പൗണ്ടർമാരോ MBBSകാരോ ഉണ്ടായുള്ളൂ, സ്പെഷ്യലിസ്റ്റുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അല്ലെങ്കിൽ IPS IAS നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. പക്ഷെ ഇന്ന് വീട്ടിൽ തന്നെ 1-2 പിള്ളേർ IPS IAS വലിയ ഡിഗ്രി ഉണ്ടാവും, പിള്ളേർക്ക് തന്നെ വിശ്വാസം ഇല്ല. അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസം നമുക്ക് കൂടിയപ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം നഷ്ടപ്പെട്ടു. വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മക്കൾക്ക് ഇന്ന് ഇല്ലാതെ. അതുകൊണ്ടാണ് പറയണേ അനേകം പേർ വിശ്വാസം ഉപേക്ഷിക്കും. അധർമ്മം വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാവും? പലരുടെയും ദൈവസ്നേഹം തളർത്തുപോകും. അപ്പോൾ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അധർമ്മം. വിശ്വാസം നഷ്ടപ്പെടുന്നു, അധർമ്മം കടന്നു വരുന്നു, ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്നു. ഭാര്യയും പരസ്പരം, നമുക്കറിയാം തൃശ്ശൂർ ഭാഗത്തുണ്ട് ഒരു ചേച്ചി ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തു? കൊട്ടേഷൻ ടീമിന് കൊടുത്തു. കൊട്ടേഷൻ ടീം വണ്ടി ഇടിച്ചിട്ട് പോയ വണ്ടി മരിക്കാഞ്ഞിട്ട് വീണ്ടും വന്നിടിച്ച്. അപ്പോൾ ഭാര്യയോട് ചോദിച്ചു പറഞ്ഞു, ചേട്ടാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കോട്ടയെന്ന് പറഞ്ഞു. കൊട്ടേഷൻ കൊടുത്തതാരാ? ഭാര്യ. അന്വേഷിച്ച് വന്നപ്പോൾ കേസ് ആരുടെ പേരിലായി? അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി തന്നെ ഇന്ന് എതിരായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതാണല്ലോ അന്ധവിശ്വാസത്തിൻ്റെ കാലഘട്ടം, അല്ലേ? കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുന്നവർ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക്, ഒരവസ്ഥയിലേക്ക് ഇന്ന് കുടുംബം അധംപതിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിശ്വാസം ഇല്ലാത്തൊരു സമൂഹമായിട്ട് മാറി. അതുകൊണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പ്രകാരം പറയാം. 2ാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോ നമ്മുടെ കുടുംബാംഗങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അതൊക്കെ ഞങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു. നമ്മളെക്കാളും കൂടുതൽ ദൈവത്തിന് വിശ്വാസമുള്ളൊരു സമൂഹമായിരുന്നു ഇസ്രായേൽ ജനം. 1-ാം പ്രമാണം ലംഘിച്ചിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? പൂഴിയിൽ എഴുതിയ പേര് പോലെ. പൂഴിയിൽ എഴുതിയ പേരിനെന്താ? നമുക്കറിയാം, ഇന്നലെ കടൽ ക്ഷോഭമുണ്ടായി, കടൽ കയറി വരുമ്പോൾ എന്തുണ്ടാ? നമുക്ക് പൂഴിയിൽ നമ്മുടെ കാൽപാദമുണ്ടെങ്കിൽ, പൂഴിയിൽ നമ്മൾ എഴുതി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ, പൂഴിയിൽ നമ്മളൊരു കിണർ കുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ
ഈ കടലിൽ നിന്ന് വരുന്ന ഈ തിരമാല കയറി വന്ന് ആ തിരമാല ഒന്ന് അടിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ അതെല്ലാം മാഞ്ഞു പോകും. ദൈവം പറയുകയാണ്, ഒന്നാം പ്രമാണം ലംഘിച്ച് അതിന് പരിത്യാഗം ചെയ്യാത്ത ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം പൂഴിയിൽ എഴുതിയ പേര് പോലെ മാഞ്ഞു പോകും. കർത്താവ് പറയുന്ന വചനത്തിന് കർത്താവ് അത് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ പരിഹാരം ചെയ്യണം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറയുന്നതിൻ്റെ കാരണം, ഒരു പുസ്തകത്തിൽ മനോഹരമായ ഒരു സംഭവം ഞാൻ കണ്ടു. അങ്ങനെ 4-5 പുസ്തകങ്ങൾ ഞാൻ വായിച്ചത് ഒരു 2017 കണ്ടപ്പോൾ അന്ന് തുടങ്ങിയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി. ഇപ്രകാരം പറയാണ്, പിശാച് ആരാധകർ, ബ്ലാക്ക് മാസ്, അതിനുള്ള ആരാധകരുണ്ട്, മന്ത്രവാദ കൂടോത്രം. ഇപ്രകാരം പറയാണ്, ഇന്നും പിശാച് ആരാധകർ ചെയ്യുന്നത് പോലെ 1578 അൻവേഴ്സിലെ ഒരു സ്ത്രീ തന്നെ പിശാചിന് നൽകി. 1578 എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പാ അല്ലേ? ഇന്ന് 2024. 1578 അൻവേഴ്സിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരു ആഭിചാര പ്രവൃത്തി ചെയ്തു. ആ ആഭിചാര പ്രവൃത്തി സ്വന്തം രക്തം കൊണ്ട് പിശാചുമായുള്ള കരാറിൽ അവൾ ഒപ്പുവെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ ചില ബ്ലാക്ക് മാസിന് പോയിട്ടും മന്ത്രവാദത്തിന് പോയും. ഈ രക്തം കൊണ്ട് ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വരുന്നൊരു സംഭവം ഇതാണ്, ബ്ലാക്ക് മാസുകാർ രക്തം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ബലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഭ്രൂണഹത്യ ചെയ്ത കുട്ടികളുടെ രക്തം എടുത്ത് ശരീരത്തിൽ കുത്തിവെക്കുക, അതിനുള്ള മേഖലയാണ്. അതുകൊണ്ട് പറയാണ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആത്മാർത്ഥമായ പശ്ചാത്താപം അവളെ പിടിച്ചു വലച്ചു തുടങ്ങി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ ആത്മീയ മേഖലയിലുള്ള ഒരു ആത്മീയ സന്തോഷം, ആത്മീയമായ ഒരു സമാധാനം, ശാന്തി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പം ചിന്തിച്ചിട്ടാണല്ലോ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആഗ്രഹങ്ങളുണ്ട്, കുടുംബത്തിൽ വ്യത്യാസം വരണമെന്നുണ്ട്, ജോലി കിട്ടണമെന്നുണ്ട്, ഭവനം പണിയണമെന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥലം വാങ്ങണമെന്നുണ്ട്, പല വിധത്തിലുള്ള വാഹനം വാങ്ങണമെന്ന് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലായി, പശ്ചാത്താപം വന്നതിൻ്റെ കാരണം എന്താ, ഞാൻ എൻ്റെ രക്തം കൊണ്ട് പിശാചുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി നഷ്ടപ്പെട്ടു. ദൈവമായിട്ടുള്ള ഉടമ്പടി നഷ്ടപ്പെട്ടു. പിശാചുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ അവൾ വലിയൊരു പൊട്ടക്കിണറിലേക്ക് പോയി. അതിനു മുമ്പ് അവൾ ജീവിച്ചിരുന്ന എവിടെയാണ്? ജീവജലത്തിൻ്റെ അരുവിയിലാണ്. അരുവിയിൽ ഇഷ്ടം പോലെ ഉറവുകൾ അവൾക്ക് ലഭിച്ചിരുന്നു അല്ലേ? 1 കൊരിന്ത്യസ് 1:30 പറയുന്നുണ്ട് അല്ലേ, യേശു ക്രിസ്തുവാണ് ജീവജലത്തിൻ്റെ ഉറവിടം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നല്ല കൽപ്പനകൾ പാലിച്ച് നിയമങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, എന്താ ഒരു തെറ്റ് ചെയ്താൽ എന്താ കുഴപ്പമല്ലേ, ഒരു പാപം ചെയ്താൽ എന്താ കുഴപ്പം? ഹല്ലേലൂയ. പക്ഷേ ഈ പാപം കൃപയിൽ നിൽക്കുമ്പോൾ സാത്താൻ പറയും, നീ പാപം ചെയ്തോ, നിനക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഏതാ തോട്ടത്തിൽ കിടന്ന ആദത്തിനും ഹവ്വയ്ക്കും എന്ത് പറ്റി? സാത്താൻ പറഞ്ഞു പഴം കഴിച്ചോളാൻ പറഞ്ഞു. പഴം അവർ കഴിച്ചപ്പോൾ എന്തുണ്ടായി? അവരുടെ കണ്ണുകൾ തുറന്നു. എന്ത് സംഭവിച്ചു? പറുദീസ അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തെ പോലെ ആകാൻ വേണ്ടി പരിശ്രമിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജനത്തെ ദൈവം ഭാഷകൾ കൊണ്ട് ചിതറിച്ചു. ദൈവത്തെ ജനം ഭാഷ കൊണ്ട് ചിതറിച്ചു. ഹല്ലേലൂയ. പ്രകാരം പറയാണ്, അവള് ഭീകരമായ പ്രവൃത്തി ഉപേക്ഷിച്ച് പശ്ചാത്താപം ചെയ്യുവാനുള്ള തീഷ്ണതമായ ആഗ്രഹം അവൾ ഉണർന്നു. അങ്ങനെ അവൾ കാരുണ്യവാനും ജ്ഞാനിയുമായ ഒരു കുമ്പസാരകൻ്റെ സഹായം തേടി. അവൾ കുമ്പസാരിച്ചാൽ മാത്രം മതിയോ? ഒരു കുമ്പസാരകൻ്റെ സഹായം അവൾ തേടി. ആ പട്ടണത്തിലെ ജപമാല സഹോദര സംഘത്തിൻ്റെ ഡയറക്ടറും ഡൊമിനിക്കൻ ആശ്രമ വൈദികനുമായ ഫാദർ ഹെൻറിയുടെ അടുത്ത് പോയി. സംഘത്തിൽ അംഗമായി ചേർക്കണമെന്നും കുമ്പസാരം കേൾക്കണമെന്നും അഭ്യർത്ഥിക്കാൻ അദ്ദേഹം അവളെ ഉപദേശിച്ചു. എന്ത് ചെയ്യണം? നീ ഒരു സംഘത്തിൽ
ജപമാല സംഘത്തിൽ നീ അംഗമാണം. പിന്നെന്ത് ചെയ്യണം? നീ കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് നന്നായിട്ട് കുമ്പസാരിക്കണം. ഇവള് അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലാണ്. ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ പക്ഷേ ഇവൾ കാണാൻ വേണ്ടി ഡൊമിനിക്കൻ ആശ്രമത്തിൽ ഈ ഹെൻറിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഹെൻറിയുടെ രൂപത്തിൽ ഹെൻറി അച്ഛൻ്റെ ഉടുപ്പിട്ടിട്ട് ആരാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ പിശാച് അവിടെ നിൽക്കുക. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അവൾക്ക് വലിയൊരാഗ്രഹം ഒന്ന് കുമ്പസാരിക്കണം. ഇപ്രകാരം ഡൊമിനിക്കൻ വൈദികൻ്റെ വേഷം കെട്ടിയ ഒരു പിശാചായിരുന്നു. ആ പിശാച് അവളെ നിഷ്കരണം ശാസിക്കുകയാണ് ചെയ്തത്. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി ഒരിക്കലും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ വീണ്ടും സ്വീകരിക്കാമെന്ന് പ്രതീക്ഷിക്കാനാവില്ലെന്ന് അവളോട് പറഞ്ഞു. അവിടെ കരാറിൽ അധീനതനായ വീണ്ടെടുക്കാൻ യാതൊരു മാർഗവുമില്ലെന്ന് ഈ വൈദികൻ്റെ രൂപത്തിൽ വന്ന പിശാച് അവളോട് പറഞ്ഞു. അവൾ തിരിച്ചുപോയി കുറേ നാൾ വീണ്ടും ജീവിച്ചപ്പോൾ എന്തുണ്ടായി? അവൾക്കൊരു മോശവും ഒരു വ്യത്യാസവും വരുന്നില്ല. കുടുംബത്തിൽ ഒന്നൊന്നായിട്ട് അടിക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു. പല വിധത്തിലുള്ള രോഗങ്ങൾ, പടർച്ചവ്യാധികൾ, സാമ്പത്തിക കടബാധ്യതകൾ പെരുകുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാരുണ്യവാനായ ദൈവത്തിൻ്റെ പ്രത്യാശ കൈവിടാതെ അവൾ ഒരിക്കൽ കൂടി അവൾ ഫാദർ ഹെൻറിയെ സമീപിക്കുകയാണ്. ഇതപ്പോൾ രണ്ടാമത്തെ തവണയാണ്. രണ്ടാമത്തെ തവണ ചെല്ലുമ്പോൾ ഇതാ വീണ്ടും പിശാച് ഈ വൈദികൻ്റെ രൂപത്തിൽ അവളുടെ അടുത്ത് വന്ന് പറയാം. ഹല്ലേലൂയ. പിശാചിനെ അവൻ്റെ തിരസ്കരണത്തെയുമാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അപ്പോൾ രണ്ടാമത് വന്നപ്പോഴും ഈ പിശാച് ഇതേപോലെ ഹെൻറി അച്ഛൻ്റെ രൂപത്തിൽ വന്നിട്ട് പറയാണ്, നിൻ്റെ ഉടമ്പടി എനിക്ക് ദൈവമായിട്ടുള്ള ഉടമ്പടി ഇനി പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത്, ഞാൻ എന്തെങ്കിലും ഒരു പാപത്തിലേക്ക് വീണുപോയാൽ ഞാൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആര് എൻ്റെ പിന്നാലെ ഉണ്ടാവും? സാത്താൻ എൻ്റെ പിന്നാലെ ഉണ്ടാവും. സാത്താൻ മാലാഖമാരുടെ രൂപത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുരോഹിതൻ്റെ രൂപത്തിൽ വരുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുക. അവൾ വീണ്ടും തിരിച്ചുപോയിട്ടുണ്ട്. എന്തുണ്ടായെന്ന് വെച്ചാൽ അവൾ ദൈവപരിപാലനയിൽ വീണ്ടും ആശ്രയിച്ച് മൂന്നാമത്, അപ്പോൾ കുറേ നാളോടെ ജീവിച്ചിട്ടാണ് അല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച്, ഇപ്പോൾ വ്യത്യാസം വരുന്നത് വെച്ച്, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച്, അപ്പോൾ ചിലപ്പോൾ ഒരു ആത്മഹത്യ നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭ്രൂണഹത്യകൾ, ഗർഭചിത്രങ്ങളൊന്നും. കാരണം ഒരു മേൽഗതി പുരോഗതി കിട്ടുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കും. മൂന്നാമത്തെ തവണ ഇപ്രകാരം പറയാം, അദ്ദേഹം ഈ സ്ത്രീ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം വലിയ അലിവോടെ അവളോട് പെരുമാറി. ഇപ്പം നിൽക്കുന്ന വ്യക്തി ആരാ? അച്ഛൻ തന്നെയാണ്. അതിനു മുമ്പ് നിന്ന വ്യക്തി ആരായിരുന്നു? പിശാചായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് സ്വയം സമർപ്പിക്കുക. തെറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുക. ഭാഗികമായിട്ടല്ല. ഒരു കുമ്പസാരം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് ലാഘബുദ്ധിയോട് കാണരുത്. കണ്ടാൽ പിശാച് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. അതിനെന്ത് ചെയ്യണം? പരിഹാരവും നോമ്പും ഉപവാസവും നിങ്ങൾ പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ ഈ അങ്ങനത്തെ മേഖല പിള്ളേർ വിശ്വാസമില്ലാതെ വന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി 5 വർഷമായിട്ട് മാംസം ഉപേക്ഷിച്ചു. 5 വർഷം. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇറങ്ങിപ്പോണെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും വേണം. കുമ്പസാരിക്കുന്നത് എന്താ? അതിൽ നിന്നുള്ള പാപമോചനത്തിനാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ കുമ്പസാരിച്ചു, പാപമോചനം എനിക്ക് കിട്ടി. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട്. ഞാനൊരു 10 ലക്ഷം രൂപ ഒരാളോട് മേടിച്ചിട്ടുണ്ട്. അവൻ ആ 10 ലക്ഷം എനിക്ക് തന്നതുകൊണ്ട് അവൻ വേറെ കടബാധയിലേക്ക് പോയി. അവനെ പെണ്ണിനെ കെട്ടിക്കാനുള്ളായിരുന്നു, പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയില്ല. പെണ്ണെന്ത് ചെയ്തു? പെണ്ണ് കല്യാണമൊന്നും നടക്കാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പം എന്തായി? ഇവൻ്റെ പാപം കൂടി. അപ്പം എന്താ? ഇവൻ വഴി മറ്റുള്ളവർക്ക് വന്ന എല്ലാ പ്രവൃത്തികൾക്കും ഇവൻ പരിഹാരം ചെയ്തേ പറ്റൂ. നമ്മൾ ഒരു കുമ്പസാരം എന്ന് പറഞ്ഞ് ലഘൂകരിക്കരുത് 1-ാം പ്രമാണത്തെ. 6-ാം പ്രമാണത്തെ
ഒരു കുമ്പസാരം എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കരുത്. ലഘൂകരിച്ച് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ആദ്യത്തെ 2 പ്രാവശ്യം പറ്റിയ സ്ത്രീക്ക് പറ്റിയതുപോലെ നമുക്കും പറ്റും. നമ്മൾ പറയും ഞാൻ കുമ്പസാരിച്ചു. അപ്പോൾ ആരെങ്കിലും തിരുത്തിക്കൊള്ളാം. കുമ്പസാരം മാത്രം പോരാ മകളെ, നീ ഉപവാസം പ്രഖ്യാപിക്കണം. കുമ്പസാരം മാത്രം പോരാ മകളെ, നീ എന്ത് ചെയ്യണം? നീ നോമ്പ് പ്രഖ്യാപിക്കണം. ഉപവാസം മാത്രം പോരാ, നീ പരിഹാരം ചെയ്യണം, പരിത്യാഗം ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു വലിയ ഗുഹയ്ക്കുള്ളിലൂടെ ആളുകൾ അക്രൈസ്തവർ ചെയ്യുന്ന ഒരു പരിഹാരം ചെയ്യുന്നു. അതിലൊന്ന് കയറിപ്പോകാൻ പറ്റില്ല. അറിയാം, നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ കാരണവന്മാർ ചെയ്യാറുണ്ട്. വലിയ മല കയറും. എന്താ? പരിഹാരം ചെയ്യുക. ജീവിതത്തിൽ ചെയ്തു പോയ പ്രവൃത്തികൾക്ക് അവർ പരിഹാരം ചെയ്യുക. നമ്മളെക്കാളും വിശ്വാസം ഉണ്ടായ കാരണവന്മാരാണ് മല കയറാൻ പോയിരുന്നത്. നമ്മളെന്ന് അങ്ങനത്തെ മലയൊന്നും കയറില്ല. നമുക്ക് കയറാൻ പറ്റുന്ന നമ്മൾ മല കണ്ടുപിടിച്ച് കയറും. കാരണന്മാരങ്ങനെയല്ല, കയറാൻ പറ്റാത്ത മലയിലേക്ക് അവർ ത്യാഗമെടുത്ത് കയറും. അല്ലേ? ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. അവൻ പറഞ്ഞു, ഞാൻ 8 നോമ്പ് എടുത്തേക്കാണെന്ന്. 8 നോമ്പ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. 8 നോമ്പാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, 8 നോമ്പ് എല്ലാ വർഷവും എടുക്കാറുണ്ടോ? ഇല്ല അച്ഛാ, 8 നോമ്പ് എടുക്കാറില്ല. എന്താ എടുത്ത്? 25 9 എടുക്കുന്നതൊക്കെ എളുപ്പം, 8 എടുക്കുന്നതല്ലേ അച്ഛാ. എന്തൊരു ചിന്തയാണ്. ആ 3 എടുക്കാൻ ഞാൻ നന്നായി. അല്ലേ? യോനായുടെ 3 ദിവസത്തെ നോമ്പുണ്ട്. അപ്പം എന്താ, 25 എടുക്കാൻ അവന് പറ്റില്ല, 50 എടുക്കാൻ അവന് പറ്റില്ല. അതുകൊണ്ട് 3 നോമ്പെടുക്കുക, അല്ല 8 നോമ്പെടുക്കുക. ഇതേപോലെയാണ് കാരണവന്മാർ കയറിയ മലയിലേക്കൊന്നും ഇന്ന് നമ്മൾ കയറാൻ തയ്യാറല്ല. നമുക്ക് കയറാൻ പറ്റുന്ന മലകൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് കയറാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തികൾ ചെയ്താണ് പരിഹാരം ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, അവളോട് ദൈവത്തിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കാൻ പറയും. എന്ന് പറയുന്നത്, നമ്മൾ എത്രമാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദൈവമാണ്, കർത്താവിൻ്റെ തിരുരക്തമാണ്. അത് എളുപ്പം കിട്ടും. കരുണയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ഇവിടെ പറയാണ്, നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് പുരോഹിതൻ പറഞ്ഞു. ആ പുരോഹിതൻ അവിടെ കുമ്പസാരവും കേട്ടു. പക്ഷേ അദ്ദേഹം സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ചു ജപമാല സംഘത്തിൽ ചേരാൻ. നമ്മളവിടെ മരിയൻ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ പാതിരപ്പികയുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ യുവതിവാക്കളുടെ വാട്സപ്പ്. എന്തിനാണെന്ന് വെച്ചാൽ അതെന്തിനാണെന്ന് വെച്ചാൽ വലിയൊരു പ്രാർത്ഥനയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. ചിലവർ അതിൽ അംഗം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ലെഫ്റ്റ് ആവുമെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ? അതിനെക്കുറിച്ച് അറിയില്ല. അവൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥന ഇടുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയുന്നു. അതിൻ്റെ ഗൗരവം ഇപ്പം നമ്മളിങ്ങനെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ കിട്ടിയ എനിക്കൊന്ന് 4 ലക്ഷം ആളുകളുടെ ഒരു പ്രാർത്ഥനാ സംഘമായിരുന്നു. ആർക്ക്? പാതിരപ്പിയോക്ക് 4 ലക്ഷം. അതുപോലെ തന്നെ മാക്സ്വെൽ ആൻഡ് കോൾബയ്ക്കും അങ്ങനെ ഒരു വലിയ ജപമാല സംഘം ഉണ്ടായിരുന്നു. ഇവിടെ പ്രകാരം പറയുകയാണ്, ജപമാല സംഘത്തിൽ പങ്കെടുക്കുക, നല്ലൊരു കുമ്പസാരം കിട്ടുക, കാരുണ്യവാനെ കർത്താവിൻ്റെ കരുണ ലഭിക്കാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഇന്നും പാപത്തിൽ ജീവിക്കുന്നുണ്ടാവും. അവൻ രക്ഷപ്പെടൂ. ഹല്ലേലൂയ. സ്വരമെടുത്ത് എന്ന് പറയാം ഹല്ലേലൂയ. കയ്യുയർത്തി പറയാം ഹല്ലേലൂയ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കുടുംബം വന്നു. ആ കുടുംബം വലിയ ബുദ്ധിമുട്ടിലാണ് വന്നത്. അവിടെ മകനെ ഒരു കോളേജിൽ നിന്നും ഒഴിവാക്കി. അവനെ കോളേജിൽ എടുക്കില്ല എന്ന് പറഞ്ഞു. ആ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാര. കാരണം എനിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പക്ഷെ കർത്താവ് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങുന്നത് പിശാച് ഏറ്റവും കൂടുതൽ താണ്ഡവമാടുന്ന സമയത്താണ്. ആ സമയം ഏതാ? വെളുപ്പിന് 3 മണി തൊട്ട് 6 മണി വരെയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു പോലീസ് റിപ്പോർട്ട് കേട്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്നത്
6 മണി തൊട്ട് 9 മണി വരെ സമയത്താണ്. ഈ വർഷം 2024 ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ മരണങ്ങളാണ് സംഭവിച്ചത്. അത് നടന്നിരിക്കുന്നത് ഈ വർഷമാണ്. ഏത് സമയമാണ്? 6 മണി തൊട്ട് 9 മണി വരെ. ഈ 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ എന്തിലായിരിക്കും കാണുന്നത്, എന്തിലായിരിക്കും ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്? TV കണ്ടുവരുന്നത്. TV കാണാനായിട്ട് TV സംവിധാനം തന്നിട്ട് പിശാച് എന്ത് ചെയ്യാണ്? അപകടങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലേ? മനസ്സിലായോ? നമുക്ക് 6 മണി തൊട്ട് 9 മണി വരെ അല്ലെങ്കിൽ 10 മണി വരെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ ഒരു സമയമായിരുന്നു. പ്രാർത്ഥനയുടെ സമയമായിരുന്നു. അല്ലേലിയ. ആ പ്രാർത്ഥനയുടെ സമയം എന്തായി? പിശാച് TVയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് പിശാച് തന്ത്രപൂർവ്വം അതിലേക്ക് മനുഷ്യനെ കൺവേർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെക്കാളും കൂടുതൽ കൊല്ലടിക്കോട് ഭാഗത്ത് മദ്യപാനം നടത്തി വണ്ടി ഓടിച്ചിട്ട് പോയി ഒരു ആക്സിഡൻറ്റ് പെട്ട് 4-5 ആൾ മരിച്ചു അല്ലേ? 5 കുടുംബങ്ങൾ പെരുവഴിയിലായി. മരിച്ചതെപ്പോഴാണ്? 10 മണിക്ക് മുമ്പാണ്. 10 മണിക്കാണ്. പിശാച് തന്ത്രം ചെയ്യാണ്. നിങ്ങളെന്താ? പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ വിശ്വാസം ഉണ്ടാകും അല്ലേ? പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിലും കർത്താവ് അവന് സംരക്ഷണം നൽകും. അല്ലേലിയ. ഈ 6 മണി തൊട്ട് 9 മണി 10 മണി വരെയുള്ള സമയത്തിൽ മിനിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അപകടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. യേശുവിൻ്റെ കാലത്ത് യേശു ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും കൂടുതൽ പിശാച് താണ്ഡവമാടിക്കൊണ്ടിരുന്ന സമയമെന്ന് പറഞ്ഞാൽ പുലർച്ചയ്ക്ക് 3 മണി തൊട്ട് 6 മണി വരെ സമയങ്ങളിലാണ് അപകടങ്ങളൊക്കെ നടന്നത്. നമുക്കറിയാം, കോയമ്പത്തൂർ അവനാശി റോട്ടിൽ ഒരു ട്രക്കറും അല്ലെങ്കിൽ ഒരു ബസ്സും കൂടി ഇടിച്ചു. പാലക്കാട് ചന്ദ്രനഗറിലൊരു സഹോദരി മരിച്ച ഒരു സംഭവമുണ്ട്. അതെപ്പോഴാണ് സംഭവിച്ചത്? പുലർച്ചയ്ക്കാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നാളുകളിൽ അപകടം സംഭവിച്ചുകൊണ്ടിരുന്ന പുലർച്ചയ്ക്കാണ്. പിശാച് തന്ത്രപൂർവ്വം സമയം മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വൈകിട്ട് 6 മണി മുതൽ രാത്രി പുലർച്ചയ്ക്ക് 6 മണി വരെയുള്ള കാലഘട്ടമാണ് ഇന്ന് പിശാച് തന്ത്രപൂർവ്വം കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല, അവനതിൽ വിജയിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 10-ാമത്തെ തിരുവചനം വായിക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. സ്വർഗത്തിൽ വലിയൊരു സ്വരം വിളിച്ചു പറയുന്നത് കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരം ആഗതമായിരിക്കുന്നു. എന്നാൽ നിത്യപുരോഹിതനെ യേശു പറയാം, ദൈവത്തിന്റെ ശക്തി, രക്ഷ, രാജ്യം അവിടുത്തെ അഭിഷിക്തന്റെ 4 കാര്യങ്ങൾ. ദൈവത്തിന്റെ ശക്തി, രക്ഷ, രാജ്യം, അഭിഷിക്തന്റെ അധികാരം ആഗതമായിരുന്നു. നമ്മുടെ ഇടവക പള്ളികളിലെല്ലാം 7 മണി തൊട്ട് 8 മണി വരെ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നൊരു ടൈമാണ്. നമ്മുടെ ആശ്രമങ്ങളിൽ 6:30 മുതൽ 6:15 തുടങ്ങി 8 മണി പ്രാർത്ഥിക്കുന്നൊരു സമൂഹത്തെ കാണാൻ പറ്റും. നമ്മുടെ കുടുംബങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളെല്ലാം 7 മണി തൊട്ട് 8 മണി വരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എന്നെ പലപ്പോഴും 7 മണിക്ക് 8 മണിക്ക് ഇടയ്ക്ക് ആളുകൾ വിളിക്കാറുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ശുശ്രൂഷയിൽ ഉള്ളവർ വിളിക്കാറുണ്ട്. ശുശ്രൂഷ കൂടിയിട്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ പ്രാർത്ഥിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവരെ സമ്മതിക്കുകയില്ല. തിന്നയില്ല തീറ്റയില്ല എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്. തിന്നയില്ല തീറ്റയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്, 7 മണി തൊട്ട് 8 മണി അല്ലെങ്കിൽ 6:30 തൊട്ട് 7:30 അല്ലെങ്കിൽ 1-1.5 മണിക്കൂർ രാത്രി പ്രാർത്ഥിച്ചിരിക്കണം. കാരണം രാത്രിയും പകലും പുലർച്ചയ്ക്കും രാത്രിയുമുള്ള പ്രാർത്ഥനയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. കാരണന്മാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റാൽ അമ്മ എങ്ങോട്ട് ഓടും? അടുക്കളയിലേക്ക് ഓടും. വെള്ളം വയ്ക്കാൻ വേണ്ടി, അരി ഇടാം, അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലേ? അപ്പച്ചൻ എങ്ങോട്ട് ഓടും?
അപ്പച്ചൻ വല്ല മാർക്കറ്റിലേക്കോ ഇറച്ചി മേടിക്കാനോ മീൻ മേടിക്കാനോ അല്ലേ, പുലർച്ചയ്ക്കാണ് മീനൊക്കെ കിട്ടുന്നത്. മലമ്പുഴ ഭാഗത്ത് പുലർച്ചെ 4 മണി 3:30 എന്ന് ബുക്ക് ചെയ്താൽ ആ മീൻ കിട്ടുള്ളൂ അല്ലേ. പിള്ളേരെന്ത് ചെയ്യും? പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും. പ്രാർത്ഥന എന്ന കുടുംബത്തിൽ ഇല്ല. പ്രാർത്ഥന എന്ന കുടുംബത്തിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യത, നീ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. സമ്പൂർണ്ണ സമർപ്പണം നടക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ കുടുംബങ്ങൾ ഒന്നിച്ച് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ മേൽ അടിയറ വയ്ക്കുമ്പോൾ ദൈവം അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തും. ഒരു തിന്മയ്ക്ക് അവിടെ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ പഴയ കാലത്ത് കട്ടൻ കാപ്പി ഇടുകയൊക്കെ ഉണ്ടായോ? ചേട്ടാ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും ബെഡ് കോഫി ആയിട്ട് ചെല്ലണം. അല്ലേ? നമ്മൾ കുറേ ശീലങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. കുറേ ശീലങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ശീലങ്ങളെല്ലാം ആപത്തിലും. അതുകൊണ്ട് പ്രകാരം പറയാം, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, കാരുണ്യമായ കർത്താവിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം തരണം. അവളോട് പറയാം, നീ മാത്രമല്ല നിൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കണം. ഒരാൾ പാപം ചെയ്യുമ്പോൾ ആ പാപത്ത് മൂലം ആ കുടുംബത്തിലേക്ക് തിന്മ കയറി വരാൻ സാധിക്കും. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒന്നിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്ക് പിശാചൻ ഒന്നിച്ച് കയറാൻ പറ്റില്ല. ഒറ്റയ്ക്കൊറ്റും കയറാൻ പറ്റില്ല. പക്ഷേ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട കുടുംബത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയിരിക്കുകയാണ്. അവൻ പോകുന്നത് എവിടേക്കായിരിക്കും? അപ്പനാണെങ്കിൽ പോകുന്നത് കവലയിലേക്കായിരിക്കും. കവലയിൽ എന്തായിരിക്കും? കൂട്ടപ്രാർത്ഥനയായിരിക്കും അല്ലേ? കൂട്ടമായിട്ടിരുന്ന് വർത്തമാനം പറയുമായിരിക്കും, രസിക്കായിരിക്കും. അപ്പോൾ പിശാച് ഒരാളെ കിട്ടി. അപ്പോൾ ഈ അപ്പൻ ചെയ്യുന്ന പ്രവൃത്തി ആര് കാണാണ്? മക്കൾ കാണാണ്. മക്കൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മകൻ എന്ത് ചെയ്യും? പള്ളിയിൽ പോകാൻ മാതാപിതാക്കന്മാരെ മക്കളെ നിർബന്ധിച്ചിട്ട് പള്ളി പോകാത്ത മാതാപിതാക്കന്മാരുടെ മക്കൾ വളർന്നു വരുമ്പോൾ പള്ളി പോകാത്ത കണ്ടിട്ടുണ്ട്. കാരണം എന്താ? മാതൃക ആകേണ്ടത് മുമ്പ് പോയി ചെയ്ത് കാണിക്കണം. ഈശോ നമുക്ക് മുമ്പേ പീഡകളേറ്റത്, ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ആ മാതൃക കാരണവന്മാർ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഒരു ചേട്ടൻ ഇവിടെ വന്നു. എനിക്ക് ഒരു ഉദ്യോഗസ്ഥന, നല്ല മനുഷ്യനാ, അല്പമൊക്കെ കുടിക്കും. ഈ മനുഷ്യൻ പുറത്ത് പോയി വീട്ടിലേക്ക് എന്നാൽ ചേച്ചി എന്താണെന്ന് വെച്ചാൽ വായ തുറക്കാൻ പറയും. ഞാൻ പറയാതെ തന്നെ അറിയാം. ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറയാം, ഒരു മെഷീനൊക്കെ ഉണ്ട്, ആ മെഷീൻ മേടിച്ച് വയ്ക്കാൻ പറഞ്ഞു. ചേച്ചിക്ക് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇത് പറയാൻ വേണ്ടിയല്ല, പക്ഷേ ഈ ചേട്ടൻ പറയും പ്രാർത്ഥനയ്ക്ക് വരാൻ പറയുമ്പോൾ ചേച്ചി പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാൻ അടുക്കളയിൽ നിന്നിട്ട് മറുപടി പറയാം. എനിക്കിഷ്ടപ്പെടും ചേച്ചീനെ. ചേട്ടൻ സ്വർഗസ്ഥനായ പിതാവ് പറയുമ്പോൾ അടുക്കളയിൽ നിന്ന് ഈ വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ട് ചേച്ചി പറയും, അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. എന്ത് നല്ല ചേച്ചി. അപ്പോൾ ചേച്ചി ചേട്ടനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയം നഷ്ടപ്പെടുകയില്ല, കാര്യങ്ങൾക്കും സമയം. കുടുംബം രക്ഷപ്പെടുമോ? ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ വീട് ഒരു നരക. കാരണം വിളക്കാകേണ്ട സ്ത്രീ വിളക്ക് കെടുത്തുന്നവളാകിയ. എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ? ടി വി കാണുമ്പോൾ ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ജോലി ചെയ്താൽ സമയം ലാഭിക്കാം. ചേട്ടൻ കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോയി, കണ്ണുനീരോട്. കാരണം അവളോട് എന്ത് പറഞ്ഞാലും പ്രാർത്ഥനയ്ക്ക് അവൾ വന്നിരിക്കില്ല. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കില്ല. അല്ലറിയാം, ഒരു മനുഷ്യനെ സഹിക്കാനല്ല പറ്റുന്നത്. പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ആളുകൾ സഹനം പറയുമ്പോൾ ഓർക്കാറുണ്ട്, ദൈവമേ അച്ഛനായത് എത്രയോ നന്നായി. നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അച്ഛനാകാരുന്ന സിസ്റ്റർ? അത് പണ്ടേ ഓർക്കേണ്ടതായിരുന്നു. എത്രയോ കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ 2 മുറിയിൽ കഴിയുന്നവർ, എത്രയോ കുടുംബങ്ങളെ കണ്ടാണ്. എത്രയോ കുടുംബങ്ങൾ. ഈ പിശാച് കുടുംബത്തിൽ കയറി വരാതെ ഭിന്നിപ്പിക്കില്ല. 12:7 വായിച്ചു നോക്ക്. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 12:7 പറയാണ്, അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. ഒരു യുദ്ധമുണ്ടായി.
മിഖായേലും അവന്റെ ദൂതന്മാരും മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എവിടേക്ക്? ഭൂമിയിലേക്ക്. എവിടേക്ക്? ഭൂമിയിലേക്ക്. അത് ഭൂമിയിൽ ചെയ്യാം. അവനോടുകൂടി അവന്റെ അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. അപ്പൊ സ്വർഗത്തിൽ കയറി യുദ്ധം ചെയ്തവർക്ക് ഭൂമിയിൽ കയറി നമ്മുടെ കുടുംബത്തിൽ യുദ്ധം ചെയ്യാൻ എളുപ്പമല്ലേ? എളുപ്പമാണോ? നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്, ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ്. ഹല്ലേലൂയ. ചേട്ടൻ മിനിമം കുടിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേൾക്കോ? ഭൂമിയിലേക്ക് വന്ന പിശാച് പറഞ്ഞു, നീ കുറച്ച് കുടിച്ചോ, കൂടുതൽ കുടിക്കാതിരുന്നാൽ മതി, സുബോധം നഷ്ടപ്പെടാതിരുന്നാൽ മതി. പിശാച് തന്ത്രപൂർവ്വം ചെയ്തു. എല്ലാത്തിനും ഒരാസക്തിയുണ്ട്. പിശാച് തന്ത്രപൂർവ്വം ഇന്ന് മനുഷ്യമക്കൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം വിശുദ്ധി വേണം. വിശുദ്ധിയില്ലാതെ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മക്കളോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പരിത്യാഗം ഈ കാലഘട്ടത്തിൽ തന്നെ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്തിലോ അല്ലെങ്കിൽ പാതാളത്തിലോ ഉണ്ടാവും. പാതാളത്തിലേക്ക് ദൈവം അയക്കില്ല. കാരണം എന്താണെന്ന് അറിയുമോ? കാരണം എന്താ? നമ്മുടെ മക്കളെ പാതാളത്തിലേക്ക് അയക്കാൻ ദൈവത്തിന് സാധിക്കില്ല. പക്ഷേ സഖി കെട്ടതുകൊണ്ട് കർത്താവ് ചെയ്യുന്നത് ശുദ്ധീകരണ സ്ഥലം. അവിടെയും നമ്മൾ തയ്യാറല്ലെങ്കിൽ കർത്താവ് പാതാളത്തിലേക്ക് അയക്കും. എന്താ? അരിശം പൂണ്ട് സ്വർഗത്തിൽ സ്ഥാനം നേടാൻ നോക്കിയ പിശാച് അരിശം പൂണ്ട് സ്വർഗത്തിൽ യുദ്ധം ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? മിഖായേലും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തപ്പോൾ അവൻ അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അവനെങ്ങോട്ട് പോന്നു? ഭൂമിയിലേക്ക്. 12 വായിക്ക്. 12:12. അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ അറിഞ്ഞുകൊണ്ട് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്? നമ്മുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളും വീടിന് പുറത്തായിരുന്നു. ഇപ്പം അവൻ കുടുംബത്തിൻ്റെ ഉള്ളിലാ. അതാണ് പിശാചെന്ന് തന്ത്രപൂർവ്വം നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്രകാരം പറയാണ്. ഞാൻ പറയുന്ന കാരണം, ഒന്ന്, കരുണയ്ക്ക് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം. നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അവന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അവന് കിട്ടിയിട്ടില്ല. അവന് കിട്ടണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം, പരിഹാരം ചെയ്തതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇറച്ചി അൽബിൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടുണ്ടോ? ആലപ്പുഴക്കാരൻ. ഭയങ്കര ഒരു മോശമായിട്ട് ജീവിച്ച മനുഷ്യനാണ്. അവന് വേണ്ടി സഭ പ്രാർത്ഥിച്ചു. പല ആശ്രമങ്ങളിലും പല ദേവാലയങ്ങളിലും ദിവ്യകാരനെടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കലും അവൻ മാറില്ല എന്ന് വിചാരിച്ചിരുന്ന ജനം ഇപ്പോൾ എന്തേ? അവൻ മാറി. അവന് പരിഹാരം ചെയ്യുക. എന്താണ് പരിഹാരം? മാനസിക രോഗികളെ, വയസ്സായവരെ എടുത്ത് അവരെ നോക്കുകയാണ് ചെയ്യുന്നത്. അവന് മനസ്സിലായി, ഇത്രയും നാൾ ഞാൻ ജീവിച്ച ജീവിതചര്യ കൊണ്ട് ഞാൻ മരിച്ചാൽ ഞാൻ പോകുന്നത് പാതാളത്തിലേക്കായിരിക്കും, ശുദ്ധീകരണ സ്ഥലത്തിലേക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പരിഹാരം വേണോ? സ്നേഹമുള്ളവരെ, നമ്മൾ എത്രമാത്രം ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ചാലും എത്രമാത്രം നേട്ടങ്ങളുണ്ടായും. എനിക്ക് അൽബിന് അവൻ വലിയ ഒരു കൊന്ത കയ്യിൽ പിടിച്ചിട്ടാണ് അവൻ നടന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പാപം എനിക്ക് ഇളവ് ചെയ്ത് തന്നെ. അല്ലേ? കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി. കർത്താവിൻ്റെ കരുണക്കൊന്ത മിനിമം 7 എണ്ണം ചൊല്ലണം. കർത്താവിൻ്റെ ജപമാല മിനിമം 4 എണ്ണം ചൊല്ലണം. അല്ലേലിയ. അതുകൊണ്ട് പാതിരിപ്പയെ പ്രകാരം വിളിക്കുന്നത് ചലിക്കുന്ന ജപമാല. ജപമാല ചെല്ലുന്ന കുടുംബങ്ങളിൽ പിശാച് ഒരിക്കലും കേറില്ല. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തോട് കർത്താവ് കരുണ കാണിച്ചും.
കടലിൽ മുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വെറുതെ അല്ല. ഞാൻ ഒരു ദിവസം പറഞ്ഞു, എൻ്റെ കാലൊന്ന് വളഞ്ഞൊന്നല്ല, പാദം വളഞ്ഞുപോയി. ഞാൻ കിടക്കുന്ന സ്ഥലത്ത് എൻ്റെ മൊബൈൽ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എണ്ണ വെഞ്ചിരിച്ച എണ്ണ അവിടെ ഇരിപ്പുണ്ട്. ആ എണ്ണ എടുത്ത് യേശുവെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ അങ്ങോട്ട് രക്തം ഒഴുകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ടാന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ പ്രാർത്ഥിച്ച് കാലുനേരി. കാരണം അവിടെ ഒരു വീട് അന്വേഷിച്ച് വീട്ടിലെത്തണമെങ്കിൽ ഒരു 1/2 കിലോമീറ്ററോളത്തോളം അച്ഛൻ പുറത്ത് പോകണം. പള്ളി കഴിഞ്ഞിട്ട് 1/2 കിലോമീറ്റർ പോകണം. നടക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ കരുണ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന സഹായ സംഘത്തിൽ ചേരണം. കാരണം നമ്മൾ എല്ലാ നിമിഷവും ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പരിഹാരം ചെയ്യുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സമൂഹത്തിൽ അംഗങ്ങളാണ്. അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും? മുട്ടൂത്തി പ്രാർത്ഥിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, കൈ വിരിച്ച് പ്രാർത്ഥിക്കണം, ഒരു കാല് മുട്ടൂത്തി ഒരു കാല് നീർത്തി വെച്ച് പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. അല്ലാതെ പാവം മാറുമോ? ഇല്ല. പാവം പോകുമോ? ഇല്ല. മൂന്നാമത്തെ കാര്യം പറയാണ്, നീ അനുതപിച്ച് കുമ്പസാരിക്കണം. അച്ഛൻ്റെ ഹെൻറിയുടെ അടുത്ത് തന്നെ അവൾ അനുതപിച്ച് കുമ്പസാരിച്ചപ്പോൾ പാവം പോയി. അവൾ ചെയ്ത ലംഘനം മാറുമോ? ഇല്ല. വീണ്ടും പറയാണ്, ഈ മനുഷ്യൻ, ഈ സ്ത്രീ അനുതപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം നടത്തി ഈ പ്രാർത്ഥനാ സംഘത്തിൽ അംഗങ്ങളായി ഒരുങ്ങി നന്നായിട്ട് കുമ്പസാരിച്ച് പരിഹാരം ചെയ്താൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഈ ഹെൻറി വൈദികനെ എന്താണ് തോന്നുന്നത്? ആ സ്ത്രീയുടെ ഉടമ്പടി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണം. ഒരു ദിവസം ഹെൻറി ആ സ്ത്രീക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കെ അവൾ ഒപ്പുവെച്ചിരുന്ന ആ കരാർ തിരികെ നൽകാൻ പരിശുദ്ധ കന്യാമറിയം പിശാചിനെ നിർബന്ധിച്ചു. പരിശുദ്ധ അമ്മ എവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി വരും. അപ്പോൾ നമ്മളിങ്ങനെ പരിഹാരവും പരിത്യാഗവും അല്ലാതെ ആദ്യം തന്നെ ചച്ചാ എനിക്ക് വേണ്ടി പരിഹാര കുർബാന നടത്താനൊന്നും അല്ല പറയണ്ടേ, ആണോ? ആദ്യം എന്ത് ചെയ്യണം? സമ്പൂർണ്ണ സമർപ്പണം എപ്പോഴാണ്? പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കുടുംബങ്ങൾ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം കർത്താവ് കുടുംബത്തെ ഏറ്റെടുക്കും. കാരണം അപകടങ്ങളെല്ലാം സംഭവിക്കുന്ന എപ്പോഴാണ്? 3 മണി. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകളെല്ലാം നടക്കുന്ന എപ്പോഴാണ്? വീട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ എപ്പോഴാണ് നടക്കുന്നത്? വൈകിട്ട് 7 മണി തൊട്ട് 8 മണി. അത് ടി വി ആയിരിക്കും കാണുന്നത്. ഒരു കയ്യിൽ ടി വി, ഒരു കയ്യിൽ ജോമാലയായി. അല്ലേലിയ. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ കൊന്തിയായിരിക്കും. അല്ലേലിയ. നമ്മുടെ എത്ര പിള്ളേർ ഈ വിശ്വാസത്തിൽ. കാരണം ഒരു കാലഘട്ടത്തിൽ സീരിയലുകളാണ് നിരന്തരമായിട്ട് സീരിയൽ, അല്ലേ? 6 തൊട്ട് 7 വരെ, 7 തൊട്ട് 7 വരെ, 7 തൊട്ട് 8:30 വരെ. അല്ലേലിയ. എൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ചേട്ടൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ വഴക്കൂടാ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വഴക്ക് ഒഴിവാക്കാൻ നല്ലൊരു കാര്യമുണ്ട്, ഈ ടി വി ഓഫാക്കുക. കാരണം എന്താ? ഈ ടി വിയിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴക്ക് കണ്ടപ്പോൾ എന്ത് കേട്ടി? ഈ പിശാച് എങ്ങോട്ട് കയറി? മനുഷ്യരിലേക്ക് കയറി. സാധനം ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഈ പിശാച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആസക്തി കയറി, തിന്മയുടെ ശക്തി കയറി. അതുകൊണ്ട് പറയാണ്, അവൾക്ക് വേണ്ടി ഇവൾ പരിഹാരം ചെയ്ത് ഒരുങ്ങിയെന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ചത്. ആ കുർബാനയിൽ പരിശുദ്ധ ഇറങ്ങി വന്നിട്ട് പിശാചിനോട് പറഞ്ഞു, നീ അവളുടെ കരാറ് തിരിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്രകാരം മറിയത്തിൻ്റെ അധികാരത്തോടുള്ള പരിശുദ്ധ ജപമാലയിലുള്ള അവരുടെ ഭക്തിയും ആ ചോദിച്ച ആ സമയം തന്നെ പിശാച് ആ ഉടമ്പടി തിരിച്ചു കൊടുത്തു. അപ്പോൾ ഉടമ്പടി നഷ്ടപ്പെട്ടാൽ ആ ഉടമ്പടി തിരിച്ചു കിട്ടുന്നത് കുംസാരത്തിലാണോ? കരുണയിലാണോ? ആണോ? പിന്നെന്താ? പ്രാർത്ഥനാ സംഘത്തിൽ ചേർന്നത് കൊണ്ടാണോ? നീ ത്യാഗം കൊടുത്തതുകൊണ്ടാണോ? നീ ഉപവാസം എടുത്തതാണോ? നീ നോമ്പ് നോക്കിയത് കൊണ്ടാണോ? അതെല്ലാം ഇതിൻ്റെ വഴികളാണ്, ഇതിൻ്റെ ചാലുകളാണ്. പക്ഷെ യഥാർത്ഥമായ വഴി ഏതാ? കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് പിശാചിനോട് പറയാണ്, പരിശുദ്ധ അമ്മ പറയാ, ഇവൻ്റെ രക്തവും ഇവൻ്റെ ശരീരവും
ഇവൻ്റെ ജലവും ഇവൻ്റെ തിരുവാൽ നിന്നൊഴുകിയ വെള്ളവും എന്തിനു വേണ്ടിയാ? ഈ ഉടമ്പടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ, തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28 പറയാ, ഇത് പാപപരിഹാര ബലിയാ, ഇത് ഉടമ്പടിയുടെ രക്ത. ആ ഉടമ്പടിയുടെ രക്തം ആരോടാ ചെയ്തിരിക്കുന്നത്? പിശാചിനോട് പറഞ്ഞിരിക്കുക, നീ മേലാൽ എൻ്റെ മക്കളുടെ മേൽ അധികാരം പ്രയോഗിക്കരുത് അല്ലേ? പിശാച് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, നിൻ്റെ ഏകപുത്രൻ്റെ രക്തം എനിക്ക് തരാണെങ്കിൽ ഞാൻ ഈ മനുഷ്യ മക്കളെ ഫ്രീ ആയിട്ട് വിടാം. ഹല്ലേലൂയ. ദൈവം പറയും, ഓക്കെ, ആ കൊടുത്തു. നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ മക്കളെ കൊടുക്കുമോ? നിങ്ങളുടെ ജീവിത പങ്കാളി വിട്ടുകൊടുക്കുമോ? ഇല്ല. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ സ്നേഹമാണ് സ്വപുത്രനെ ഉടമ്പടിയുടെ രക്തമാകാൻ വേണ്ടി. അതുകൊണ്ട് നേരത്തെ വായിച്ചു, എന്താ? വിശ്വാസം ക്ഷയിക്കുന്നത് കൊണ്ട് എന്താ? ദൈവസ്നേഹം തണുത്തുപോയി. ദൈവത്തിൻ്റെ സ്നേഹം തണുത്തില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. പാപമോചനത്തിന് വേണ്ടിയുള്ള, അനേകർക്ക് വേണ്ടിയുള്ള ഉടമ്പടിയുടേമായ രക്തമാണ്. ഹല്ലേലൂയ. അങ്ങനെ പറയാണ്, അന്ന് കുറിച്ച് വെച്ചിരിക്കുകയാണ് 1578 പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഒരു വ്യക്തി നഷ്ടപ്പെടുത്തുന്ന ഉടമ്പടി തിരിച്ചു പിടിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഞാൻ അച്ഛൻ പറയാറുണ്ട്, കുർബാനയ്ക്ക് മുമ്പ് ഉടമ്പടി തിരിച്ച് പിടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ കുർബാനയുടെ മധ്യേ ആരുണ്ടാവും? ഔസേപ്പിതാവും ഉണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് കെട്ടുകളഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ക്യാൻസർ രോഗം വന്ന നീതിപുരത്തുനിന്ന്, മംഗലണ്ടാം നീതിപുരത്തുനിന്ന് വന്ന ആ സ്ത്രീയുടെ ക്യാൻസർ ആ കെട്ടുകളഴിക്കുന്ന മാതാവിൻ്റെ ജപമാല കഴിയുമ്പോൾ മാറി. ഹല്ലേലൂയ. കാരണം എന്താ? കെട്ടുകൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത മേഖലകളിൽ പരിഹരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഇറങ്ങി വരും. പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, മക്കളെ, കുടുംബത്തിൽ, ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ അഴിയപ്പെടാത്ത ഏതെങ്കിലും കെട്ടുകളുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം. അതുകൊണ്ട് കെട്ടുകളഴിക്കുന്ന മാതാവിൻ്റെ ജപമാലയിൽ 7-ാമത്തെ ദിവസത്തെ പ്രാർത്ഥന പ്രകാരമാണ് ദൈവമായ കർത്താവ്, ദൈവം യേശുവല്ല, ദൈവമായ കർത്താവ് എല്ലാ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക്. എല്ലാ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധമായി. അത് 9 ദിവസം ചൊല്ലുന്നതല്ല. ലൂക്കായുടെ 9:1. എല്ലാ പിശാചുകളുടെ മേൽ അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. അപ്പൊ ഇടവകയിൽ ഇരിക്കുന്ന വൈദികന് ഏത് ശക്തിയുടെ മേൽ അധികാരമുണ്ട്? സകല വിശ്വാസികളുടെ മേൽ അധികാരവും. നമ്മുടെ ചേട്ടൻ തെറി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലാണ്. കിട്ടുമോ? കഴിഞ്ഞ ദിവസം ഒരു കുടുംബം അവിടെ വന്നു. അങ്ങനെ ഞാൻ കണ്ട് പ്രാർത്ഥിച്ചു. അവൻ്റെ കാർന്നോമാർ ഇടവകയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ പറഞ്ഞു, മുമ്പ് പോയി എന്ത് ചെയ്യണം? അച്ഛനുമായി രമ്യതപ്പെടുക. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ മേലുള്ള അഭിഷേകം നമുക്ക് കിട്ടണമെങ്കിൽ വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇനി നമുക്ക് വെളിപാടിൻ്റെ പുസ്തകം തുടർന്നുള്ള 12 കഴിഞ്ഞുള്ള ഭാഗം ഒന്ന് വായിക്കാം. അതിൽ പ്രകാരം പറയാണ് 13 തൊട്ട്. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം പിശാച് കെണി വെച്ചുകൊണ്ടിരിക്കുക അല്ലേ? പിശാച് കടന്നു വന്നുകൊണ്ടിരിക്കുക. 17 വൈകി. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അവൻ ഇന്നും എവിടെയുണ്ട്? ഭൂമിയിൽ ഉണ്ട്. സ്നേഹമുള്ളവരെ, നിങ്ങളൊരു പാപം ചെയ്ത കുമ്പസാരിച്ച മാത്രം മതി എന്ന് പറയരുത്. ഇപ്രകാരം പറയാം. പുരോഹിതർക്ക് വേണ്ടി പുരോഹിതരോട് പറയാണ്. പുരോഹിത ചെയ്യുന്ന പാപത്തിന് ഈ പുസ്തകത്തിൽ പറയാം, പുരോഹിത നീ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രകാരം പറയാം,
തങ്ങളുടെ സഹ വൈദികർക്കായി വൈദികർ സ്വയം ബലിവസ്തുക്കളാകണം. ബലിവസ്തുവാകണം എന്ന് പറഞ്ഞാൽ കുർബാന അർപ്പിക്കണം. ഇങ്ങനെയാണ് എൻ്റെ പൗരോഹിത്യത്തെ ശുദ്ധീകരിക്കാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കുവാനും അതിൻ്റെ വിശുദ്ധിയുടെ സൗന്ദര്യം പുനഃസ്ഥാപിക്കുവാനും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുർബാന കാണാത്ത വ്യക്തികൾ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ കുർബാന അർപ്പിക്കാതെ, ഈ കുടുംബത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ, കുമ്പസാരിക്കാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പരിഹാരത്തിന് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ രക്ഷപ്പെടൂ? രക്ഷപ്പെടോ? ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്? അച്ഛാ, ഞാൻ 9 ആഴ്ച വന്നു, ഒരു വ്യത്യാസം തോന്നുന്നില്ല. 9 ആഴ്ച വരാനല്ല ഞാൻ പറഞ്ഞത്, ആണോ? ഈ ഇടയ്ക്ക് കണ്ടമാന സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. ഒരു കുടുംബം, ഒരു പെൺകുട്ടി ഈ കുടുംബ ഭാഗത്തുനിന്ന് ഇവിടെ വന്നു. കല്യാണം കഴിഞ്ഞ് 2-3 വർഷമായിട്ടുള്ളൂ. അവളെ ഭർത്താവ് ഉപേക്ഷിച്ചു. അവൾ ഇവിടെ വന്ന് കുർബാന പഠിച്ചു. ഇവിടെ ഏറ്റവും നന്നായിട്ട് കുർബാന പുസ്തകം എടുക്കാൻ ഓടി നടക്കുന്ന അവൾ കുർബാന പുസ്തകം നോക്കും. ഒരു പ്രാർത്ഥന മാറ്റി അച്ഛൻ ചൊല്ലിയാൽ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കും, പ്രാർത്ഥന എവിടെ, പ്രയർ എവിടെയാന്ന്, ഗാനം എവിടെയാന്ന് ചോദിക്കും. അവൾ പ്രാർത്ഥിച്ചു. അവളൊരു, എനിക്ക് തോന്നുന്നു ഒരു കുറേ നാൾ ഇവിടെ വന്നു. അവളുടെ ഭർത്താവ് ഒരിക്കലും അവളായിട്ട് സംസാരിക്കില്ലായിരുന്നു. ഒരു ദിവസം ഒരു കൊച്ചിന് അസുഖം വന്നു. കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ ആയിരിക്കുമ്പോൾ ഇവളൊരു മെസ്സേജ് അയച്ചു. എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ ചേട്ടൻ ഓടി അവിടെ എത്തി. അവളുമായിട്ട് സംസാരിച്ചു. അവളുമായിട്ട് കോടതി കേസ് കൊടുത്ത് ആ കേസിൽ ഒരിക്കൽ പോലും ഇവൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ പയ്യൻ ആ കൊച്ചിൻ്റെ അസുഖത്തിൻ്റെ അവസ്ഥയിൽ ഇവളുമായിട്ട് സംസാരിച്ചു. ഇവളെ തിരിച്ച് വീട്ടിൽ കയറ്റി. അവൾ കുർബാന പഠിച്ചു. അവൾ കുർബാനയായി മാറി, അല്ലേ? അവൾ കുർബാന പഠിച്ചു എന്ന് പറഞ്ഞാൽ അവൾ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകളും ഓരോ ഗാനങ്ങളും അത്രയും തീക്ഷ്ണമായിട്ട് ഇവിടെ ആദ്യത്തെ 1ാമത്തെ 2ാമത്തെ നിരയിൽ അവൾ ഉണ്ടായിരിക്കും. അവൾ പറഞ്ഞു, എനിക്ക് അസാധ്യമായിട്ടിരുന്നത് ദൈവം എനിക്ക് ചെയ്തു എന്ന് വെച്ചാൽ ചെയ്തു. ഇത് നമ്മളിവിടെ ചെയ്യുന്ന ഡെലിവറൻസാണ്. ഈ ഡെലിവറൻസ് സ്വീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പോയിട്ട് ചെയ്യണം. പിതാവിൻ്റെ അടുത്തൊരു കേസ് വന്നു. പിതാവ് പറഞ്ഞു, അച്ഛനൊന്ന് കാണാം. ഞാൻ പറഞ്ഞു, കാണാം. വലിയൊരു കേസാണ്. മകളൊരു തെറ്റായിട്ടുള്ള ബന്ധത്തിൽപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രേമബന്ധം, എന്തൊരു മേഖലയാണ് എനിക്കറിയാം കൃത്യം. ഇവിടെ വന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇതൊന്നുമല്ല, നിങ്ങളുടെ തലമുറയുടെയാണ്. തലമുറ എന്താ? പന്തക്കസ്താരെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പന്തക്കസ്തക്കാരുടെ പ്രാർത്ഥന സമയത്ത് പങ്കെടുക്കുമായിരുന്നു. ഇടവകയിലെ വൈദികരായിട്ട് സഹകരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി പരിഹാരം ചെയ്യും, മകൾ മാറും. അവർ പരിഹാരം ചെയ്യാൻ തുടങ്ങി. നമ്മളെന്താ നോക്കുന്നത്? മകള് പ്രേമബന്ധത്തിൽ പെട്ടു, അതുകൊണ്ട് പെണ്ണിനെ അടിക്കും. മാറില്ല. മാറണമെങ്കിൽ എവിടെ അടിക്കണം? തലമുറയുടെ മേൽ പരിഹാരം ചെയ്യണം. ഒരു പരിഹാരം ചെയ്യാൻ തുടങ്ങി. ഒരു നവംബർ മാസം കൊണ്ട് കഴിഞ്ഞ വർഷം 14 എന്നെ വിളിച്ചു, അച്ഛാ വന്നം. ഞാൻ പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോ, കാരണം എല്ലാവരുടെയും ഓരോ ആഘോഷങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഇവിടെ അടച്ചു കെട്ടേണ്ടി വരും. അല്ലേലിയ. ഒരു വലിയ സന്തോഷമായി, വലിയ ആനന്ദമായി. കർത്താവ് അവരുടെ കുടുംബത്തിൽ വൻകാര്യം ചെയ്തു. അല്ലേലിയ. ഒരു കുടുംബം ഇവിടെ വന്നു. വേദപാഠ അധ്യാപകനാണ്. വേദപാഠത്തിൻ്റെ പ്രിൻസിപ്പാളെ കണ്ട മകള് വിവാഹത്തിൽ കാണാമെന്നൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലായി. അവർ തമ്മിൽ കല്യാണം ഉറപ്പിച്ചു. അവർ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, ഇതല്ല വിഷയം എന്താ? നിങ്ങളുടെ തലമുറയുടെ മേഖല നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അവള് വേറൊരു സ്ഥലത്ത് ഒരു 100-200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് അവൾക്ക് കല്യാണം നടത്തി. അവൾ 2 പ്രാവശ്യം ഇവിടെ വന്ന് ശുശ്രൂഷ പങ്കെടുത്തു. അപ്പോൾ ആ കൊച്ചിൻ്റെ പ്രശ്നമാണോ? അല്ലല്ലോ, തലമുറയുടെ പ്രശ്നം. എല്ലാവരും എഴുന്നേക്ക്. പിശാച് അരിശം പൂണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? ദൈവകൽപ്പന അനുസരിക്കുന്നവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുക, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്ത്. കർത്താവേ, അങ്ങയോട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ കുർബാന അർപ്പിക്കാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കുമ്പസാരിക്കാത്ത മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ തലമുറയെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. കരങ്ങളുയർത്തി മനസ്സ് തുറന്ന് ഒന്ന് വിളിക്കട്ടെ.
കർത്താവേ സ്തുതിക്കുന്നു 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 കർത്താവേ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 കരങ്ങളുയർത്തി മനസ്സ് തുറന്ന് കണ്ണുകളടച്ച് സർവശക്തനായ ദൈവത്തെ സർവശക്തിയോടും കൂടി വിളിക്കട്ടെ. സ്നേഹമേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 കണ്ണുകളടക്കട്ടെ. എല്ലാവരും ഹല്ലേലൂയ കണ്ണുകളടക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 ഭാഷാപരമുള്ളൊരു ഭാഷ പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. വലിയ ഒരു പ്രാർത്ഥനാ സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വലിയൊരു മധ്യസ്ഥ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു ജപമാല സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തിരുസഭ ഉണരണമെങ്കിൽ കുടുംബങ്ങൾ ഉണരണം. തിരുസഭയിലെ വൈദികർ ഉണരണമെങ്കിൽ വലിയൊരു പ്രാർത്ഥനാ സംഘം ആവശ്യമാണ്. തിരുസഭ ഉയരണമെങ്കിൽ ജപമാല സംഘം ആവശ്യമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ ഒരു പവർ ഹൗസ് ഉയരണം. പിശാച് തോൽക്കണമെങ്കിൽ വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന പവർ ഹൗസ് ഉയരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ